ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിന് ശേഷം മുഴുവൻ മന്ത്രിമാരും രാജി നൽകിയിരുന്നു. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്ത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എപ്പോഴാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്? മറ്റ് വിശദാംശങ്ങൾ? രാഖി, ഇന്ന് 11:30 പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് എംഎൽഎമാർക്കും ഒപ്പം പ്രത്യേക ക്ഷണിതാക്കൾക്കുമെല്ലാം തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെയാണ് ഗുജറാത്ത് സർക്കാരിൽ ഒരു സമഗ്രമായ മാറ്റം, പുനഃസംഘടന കൊണ്ടുവരുന്നത്. ഗുജറാത്ത് മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ സ്ഥാനം പരിശോധിക്കുമ്പോഴുമെല്ലാം തന്നെ അത്തരത്തിൽ വളരെ കൃത്യമായ ഇടവേളകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു നൽകാനും വികസന പ്രവർത്തനങ്ങളിൽ കുറവ് വരുത്തുന്ന മന്ത്രിമാരെ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് മാറ്റാനുമെല്ലാം കൃത്യമായ ശ്രദ്ധ ഗുജറാത്തിൽ ബി.ജെ.പി. നൽകി വരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 30 വർഷത്തോളമായി കൃത്യമായി ഭരണവിരുദ്ധ വികാരമില്ലാതെ ഗുജറാത്തിൽ മുൻപോട്ട് പോകാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചേർന്നിട്ടുള്ള യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ എല്ലാ മന്ത്രിമാരും രാജിവെച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള പുനഃസംഘടനയിലേക്ക് മന്ത്രിസഭ പോകാമെന്ന അന്തിമ തീരുമാനമെടുത്തത്. അതിനു മുൻപേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പം കേന്ദ്ര നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് 11:30 പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിലാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. രാഖി.